മാന്നാനം എക്ലോഗ് തിയേറ്ററിൻ്റെ യാത്ര എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാവറയച്ചനോടൊപ്പമാണ് നമ്മൾ. ചാവറയച്ചൻ തൻ്റെ ദൈവവിളിയെക്കുറിച്ച് സംസാരിക്കുന്ന എപ്പിസോഡാണിത്. ചാവറയച്ചൻ 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ദൈവവിളി എന്നൊരു ചിന്ത, ഈശ്വരോന്മുഖമായിട്ടുള്ള യാത്രയ്ക്കുള്ള ഒരാവേശം ചാവറയച്ചനിലേക്ക് കടന്നു വന്നത്. അങ്ങനെ അത് കടന്നു വരുവാൻ പ്രത്യേകം ഒരവസരവുമുണ്ടായി. പാലക്കൽ തോമാ മൽപ്പാൻ തൻ്റെ ഇളയമ്മയുടെ വീട്ടിൽ, കൈനകരിയിലുള്ള ഇളയമ്മയുടെ വീട്ടിൽ എത്തുകയും, കാളാശ്ശേരി കുടുംബമാണത്. കാളാശ്ശേരി കുടുംബത്തിൽ എത്തിയപ്പോൾ അയൽവക്കത്തുള്ള കുഞ്ഞുകുട്ടികൾ എല്ലാവരും അച്ഛനെ കാണുവാൻ വേണ്ടി ഒത്തുകൂടി. പാലക്കൽ തോമാ മൽപ്പാൻ്റെ കണ്ണ് കൊച്ചു കുരിയാക്കോസിൽ, കോമളനായ കൊച്ചു കുരിയാക്കോസിൽ ഉടക്കുകയാണ് ചെയ്തത്. പാലക്കൽ തോമാ മൽപ്പാൻ കൊച്ചു കുരിയാക്കോസിനെ സെമിനാരിയിലേക്ക് കൊണ്ടുപോകുവാൻ അതിയായിട്ട് ആഗ്രഹിച്ചു. പക്ഷേ സ്നേഹിച്ച് തീരാത്ത ഈ അമ്മയും അപ്പനും കൊച്ചു കുരിയാക്കോസിനെ അങ്ങനെ വിട്ടയക്കാൻ താല്പര്യപ്പെട്ടില്ല. എങ്കിലും കൊച്ചു കുരിയാക്കോസിന് ആഗ്രഹമുണ്ടായിരുന്നു പാലക്കൽ തോമാ മൽപ്പാനോടൊപ്പം പള്ളിപ്പുറം സെമിനാരിയിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്, ചാവറയച്ചന് ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹത്തെ മനസ്സിലാക്കി കാർന്നവനായ തോപ്പിലച്ചന്, അച്ഛൻ്റെ അപ്പൻ, ഇതേക്കുറിച്ച് ചാവറയച്ചൻ്റെ കാർന്നവന്മാരോട് സംസാരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവസാനമായിട്ട് അമ്മയും അപ്പനും കൊച്ചുമകനെ കൊച്ചു കുരിയാക്കോസിനെ സെമിനാരിയിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതാണ് കൊച്ചു കുരിയാക്കോസിൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ള ചരിത്ര എഴുത്തുകൾ. അങ്ങനെയാണ്. അടുത്തതായിട്ട് നമ്മൾ 8ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 8ാമത്തെ എപ്പിസോഡ് ഈ സെമിനാരിയുടെ എല്ലാം മുത്തച്ഛനായിട്ടുള്ള കുത്തിയതോട്ടിലെ സെമിനാരിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്.